മക്കളെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 2025-26 ഓണം എക്സാം ക്വസ്റ്റ്യൻ ആൻസർ ആണ് നോക്കുന്നത്. കുട്ടികളുടെ അഭിപ്രായം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്തതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൂൽ കവിത കിയെ പങ്ക്തിയാം പഠേം. ഫൂൽ എന്ന കവിതയുടെ വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് വായിക്കുക. അതിനുശേഷം 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതായത് 1, 2, 3 ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ ഇതിനടിസ്ഥാനമാക്കിയാണ് എഴുതേണ്ടത്. വായിച്ചു നോക്കാം. एक ही भाव से हमेशा दहकते रहते हैं ये फूल, मैं इन्हें देर तक देखता रहा, फिर आंगों में उधरा गए चुभते हुए से अपने आंगन के गिलते मुरझाते फूल घर पहुंचते ही उन्हें उगाड़ फेंका और दहकते हुए बाजार को सजा दिया घर के पूरे अंतराल में. ചോദ്യം നോക്കാം. घर पहुंचते ही उन्हें उगाड़ फेंका. किनको? വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം പിഴുതെറിഞ്ഞു. എന്തിനാണ് പിഴുതെറിഞ്ഞത്? പ്ലാസ്റ്റിക് പൗധോं को, असली पौधों को, കാഗസി പൗധോं को, सूखे पौधों को. ഏതാണ്? അസലി പൗധോं को, യഥാർത്ഥ ചെടിയാണ് അങ്ങനെ പിഴുതെറിഞ്ഞത്. പ്ലാസ്റ്റിക് ചെടിയല്ല, കടലാസ് ചെടിയല്ല, ഉണങ്ങിയ ചെടിയുമല്ല, യഥാർത്ഥ ചെടി. हमेशा दहकते रहते हैं ये फूल, कवि ने ऐसा क्यों कहा होगा? हमेशा बिना किसी बदलाव के ये फूल हमेशा एक जैसे रहते हैं. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒരു മാറ്റവുമില്ലാതെ എപ്പോഴും ഒരേപോലെ തന്നെ അങ്ങനെ പൂ നിൽക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പഹ്ചാൻ കർ ലിഖേം കി കോൺ സാ ക്രമ സഹി ഹേ. നിങ്ങളോട് തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞത്. ഇതിൽ ഏത് ക്രമമാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം നോക്കാം. ചുബ്തേ ഹുയേ സേ. നിങ്ങൾക്ക് ഈ മോഡൽ മാറി വന്ന, നമ്മുടെ ക്വസ്റ്റ്യനിൽ മാറി വന്ന ഒരു പുതിയ മോഡലാണിത്. നിങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മോഡൽ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിതിന് മുമ്പേ ഓണം എക്സാമിന് മുമ്പേ നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞതാണ്. എങ്കിലും വീണ്ടും ഒന്നുകൂടെ പറയാം. നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഈ തന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ കണ്ടെത്തുക. അതിനുശേഷം താഴെ നമ്മൾ കണ്ടെത്തിയതുണ്ടെങ്കിൽ അതിന് മാർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലാതെ നിങ്ങൾ ഇവിടെ പോയിട്ട് കണ്ടെത്താൻ നിന്നാൽ കുറേ അധികം സമയം നിങ്ങൾക്ക് നഷ്ടമാകുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചുബ്തേ ഹുയേ സേ. ചുബ്തേ ഹുയേ സേ മൻമേ വ്യഥ ഉൽപ്പന്ന ഹോനേക്ക സംഗീത്. ചുബ്തേ ഹുയേ സേ എന്നുള്ളത് മനസ്സിൽ ദുഃഖം ഉൽപ്പന്നമാകുന്ന ഒരു സൂചനയാണ് നൽകുന്നത്. ബഹാർ ആന. ബഹാർ ആന. ബഹാർ ആന ബസന്തിക്ക് ആഗമൻ കി സൂചന. ബസന്തം വരുന്നതിൻ്റെ സൂചനയാണ് ബഹാർ ആന എന്നത്. ഗിൽന മുർജാന. വിരിയുകയും വാടുകയും ചെയ്യുക എന്നതോ? വിരിയുകയും വാടുകയും ചെയ്യുന്നത് അസലി ഫൂലോങ്കി വിശേഷത, യഥാർത്ഥ പൂക്കളുടെ വിശേഷതയാണെന്ത്? വിരിയുകയും ചെയ്യും വാടുകയും ചെയ്യും. പ്ലാസ്റ്റിക് പൂക്കൾ അങ്ങനെ തന്നെ നിൽക്കൂലേ. അപ്പം എന്താണ്? ഗിൽന മുർജാന എന്നത് വിരിയുകയും വാടുകയും ചെയ്യുന്ന പൂവിൻ്റെ വിശേഷതയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കണ്ടെത്തി. ച എന്നതിന് ദായാണ്, ചായും അതുപോലെ തന്നെ ദായും. പിന്നെ ഓ ച ത. അപ്പോൾ അതിനുള്ള ആൻസർ ഏതാണ്? ചാത, ഓ ചാത്ത, ജാത്ത. കണ്ടോ, ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇതെടുത്ത് എഴുതാം. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ചട്പട് ഓർ നടുക്കട് കഹാനി കൈ ഹംസ് പഠേം. ചട്പട് ഓർ നടുക്കട് എന്ന കഹാനിയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. നന്നായിട്ട് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അച്ചാനക് ഉസ്കാ പാവ് ഫിസല ഓർ വഹ് പാനി മേ ഗിർ പട. പെട്ടെന്ന് അവൻ്റെ കാല് വഴുതി അവൻ വെള്ളത്തിലേക്ക് വീണു. പാനി കാ ബഹാവ് തേസ്ത. വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായിരുന്നു. ഓർ നടുക്കടുക്കോ തൈർനാ നഹിയാത്തത. നടുക്കട് നീന്താൻ അറിയുമായിരുന്നില്ല. ചോട്ടാ സാ ഹി തോദ ബഹുഗയ. ചെറിയ കുട്ടിയാണല്ലോ അവൻ, അതുകൊണ്ട് തന്നെ എന്താണ്, അവൻ ഒഴുകിപ്പോയി. ഡൂബത്തെ ഉദാത്തെ ദൂർ ജാനേലക. പൊങ്ങിയും അവൻ ദൂരേക്ക് പോവാൻ തുടങ്ങി.
झटपट को तैरना आता था, झटपट നീന്താൻ അറിയുമായിരുന്നു. उसने झट अपना बस्ता पीठ से उतार कर पुल की मुंडर पर लगा नदी में कूद पड़ा. എന്താണ് ചെയ്തത്? അതിന്റെ ബാഗ് അഴിച്ചു വെച്ചിട്ട് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. സഹി വാക്യ ചുൻകർ ലിഖിയേ, ശരിയായിട്ടുള്ള സെന്റൻസ് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ചോട്ടാബായി നദിമേ ബഹ് രഹി ഹെ, ചോട്ടാബായി നദിയിൽ ഒഴുകുന്നു. ചോട്ടാബായി നദിമേ ബഹ് രഹേ ഹെ, ചോട്ടാബായി നദി മേ ബഹ് രഹാ ഹൂം, ചോട്ടാബായി നദി മേ ബഹ് രഹാ ഹെ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ചോട്ടാബായി നദി മേ ബഹ് രഹാ ഹെ അല്ലേ? അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബഹ് രഹാ ഹെ ഉണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നഡ്കഡ് പാനിമേ ബഹ് ഗയ ക്യോ, നഡ്കഡ് വെള്ളത്തിൽ ഒഴുകിപ്പോയി. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോയത്? പാനി കാ ബഹാവ് തേസ്ദ, പാനി കാ ബഹാവ് കേട്ടോ, ഈ താന്നുള്ളതില്ല, ബഹാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പാനി കാ ബഹാവ് തേസ്ദ, നഡ്കഡ് കോ തൈർനാ നഹി ആത്താ, നഡ്കഡിന് നീന്താനും അറിയുമായിരുന്നില്ല. വെള്ളത്തിന്റെ ഒഴുക്കാണെങ്കിലോ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് അവൻ വെള്ളത്തിൽ ഒഴുകിപ്പോയത്. നദി മേ ഡൂബത്തെ ഉദാർത്തെ ഹുയെ നടുക്കട് ബഹുത്ത് ഡർ ഗയാ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി പോകുന്ന നടുക്കട് വളരെയധികം ഭയന്നു. ഇസ് അനുഭവ per നടുക്കട് കി ഡയറി, ആ അനുഭവം വെച്ചിട്ട് നടുക്കട് എഴുതുന്ന ഡയറിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നടുക്കട് കാ ഡയറി. ओह आज कैसा दिन था, एकदम खराब दिन. मैंने कागज की नाव नदी में डालकर तालियां बचा रही थी. बाई का बुखार में अचानक चौंक गया, फिसल कर पानी में गिरा. बाई तैर कर मुझे रक्षा की. पानी का बहाव तेज था, उसको तैरना आता था. मुझे भी तैरना सीखना चाहिए. हे भगवान, हमें बचाने के लिए धन्यवाद. നമ്മൾ നേരത്തെ എഴുതിയ അതേ ഡയറി തന്നെയാണ് ഇവിടേക്ക് എഴുതിയിരിക്കുന്നത്. മുങ്ങി പൊങ്ങി പോകുന്ന നമ്മുടെ നടുക്കട് ആ ദിവസത്തെ അനുഭവമാണ് ഡയറിയിൽ എഴുതിയത്. ഞാൻ മുങ്ങി പോവുകയായിരുന്നു. ആരാണ് എന്നെ രക്ഷപ്പെടുത്തിയത്? ചേട്ടനെ രക്ഷപ്പെടുത്തി. ഞാൻ കടലാസ് തോണി വെള്ളത്തിലിട്ട് കളിക്കുകയായിരുന്നു. അറിയാതെ പെട്ടെന്ന് കാല് വഴുതി വെള്ളത്തിലേക്ക് വീണതായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ഡയറി എഴുതുന്നു. ഇനി അടുത്ത ഓർ ക്വസ്റ്റ്യൻ നോക്കാം. नदी से बचने के अनुभव का जिक्र करते हुए मित्र के नाम നടുക്കട് കാ പത്ര ലിഖേം. ആരുടെ കത്താണ് എഴുതേണ്ടത്? നടുക്കടിന്റെ കത്താണ് എഴുതേണ്ടത്. നടുക്കട് വികൃതിയായ നടുക്കട് അല്ലെ, വികൃതിയായ നടുക്കടിന്റെ കത്ത്. നടുക്കട് ആർക്കാണ് കത്ത് എഴുതുന്നത്? ഫ്രണ്ടിനാണ് കത്ത് എഴുതുന്നത്. എന്താ സംഭവം? നദീസേ ബച്ചനേക്ക് അനുഭവം, നദിയിൽ നിന്നും രക്ഷപ്പെട്ട അനുഭവം പറഞ്ഞുകൊണ്ടാണ് കത്ത് എഴുതുന്നത്. അപ്പൊ നമുക്ക് ആ കത്ത് നോക്കാം. കത്തിന്റെ ഫോർമാറ്റ് എഴുതാ. സ്ഥാൻ താരിഖ് പ്രിയ മിത്ര കൈസേ ഹോ, നയാ സ്കൂൾ കൈസാ ഹെ, തുംസേ ഏക് ഖാസ് ബാത്ത് ബതാനാ ഹെ. ഇനി നോക്കാം. പിछले दिन स्कूल से लौटते समय में नदी में गिरा, पानी में डूबते उतारते में बहुत डर गया. ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് വെള്ളത്തിൽ വീണു, നദിയിൽ വീണു. പാനീമേ ഡൂബ്തേ ഉദാർത്തേ ബഹുത്ത് ഡർ ഗയ, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി ഞാൻ വളരെയധികം ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. ബായിനെ നദീമേ കൂതുക്കർ മേരാ ജാൻ ബച്ചായി, സഹോദരൻ നദിയിലേക്ക് എടുത്ത് ചാടി എന്റെ ജീവൻ രക്ഷിച്ചു. മേ കാഗസ് കി നാവ് നദീമേ ഡാൽക്കർ ഗേൽ രഹാദ, ഞാൻ കടലാസ് തോണി വെള്ളത്തിലിട്ട് കളിക്കുകയായിരുന്നു. അച്ചാനക് ഈസ് ഘടനാ ഹുയി, പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇത് സുഹൃത്തിന് വേണ്ടി എഴുതുന്ന കത്താണ്. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന മാറ്റർ ഇത് തന്നെ നമുക്ക് ഡയറിയിലേക്കും എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡയറി ഉണ്ടാക്കിയല്ലോ, എഴുതിയല്ലോ. ഈ ഡയറിയിലും എന്ത് ചെയ്യാം? ഇത് തന്നെ എഴുതാം. മനസ്സിലായോ? രണ്ട് രീതിയും തന്നത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എഴുതാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. മുझे തൈർനാ നഹി ആത്ത, എനിക്ക് നീന്താൻ അറിയുകയില്ല. ഹംകോ തൈർനേക്കോ സീഖ്നാ ചാഹിയെ, നമുക്ക് നീന്താൻ പഠിക്കണം. ജവാബ് കി പ്രതീക്ഷാമേ തുമാരാ മിത്ര, മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ സുഹൃത്ത്. സേവാമേ നാ പദ തുമാരാ മിത്ര, അസ്താക്ഷർ നടുക്കട്. ഇവിടെ തുമാരാ മിത്ര എന്നിട്ട് പ്രതീക്ഷാമേ, ജവാബ് കി പ്രതീക്ഷാമേ. ഈ തുമാരാ മിത്ര എന്നുള്ളത് ഇവിടേക്കാണ് കേട്ടോ. ഇവിടെ വരും കേട്ടോ തുമാരാ മിത്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. पर वो तो केवल रात में रहने के लिए यहाँ आते हैं. ചിപ്പക്കലി കിസ്കെ ബാരെ മേ ऐसा कहती है. പക്ഷേ അദ്ദേഹം രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വരുന്നത് എന്ന് ചിപ്പക്കലി ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഫർഹാദ് കെ ബാരേമേ അല്ലേ? ഫർഹാദാണ് രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് സ്വന്തം വീട്ടിലേക്ക് വരുന്ന ആള് ഫർഹാദാണ്. ഫർഹാദ് കെ ബാരേമേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കഹാനി കെ ലിയെ ഗർ ശീർഷക് കഹാൻ തക്ക് ഉചിത് ഹെ അപ്നാ വിചാർ ലിഖേ. കഥയ്ക്ക് ഗർ എന്ന ശീർഷകം എത്രമാത്രം യോജിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്ത, അതായത് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പൂർണ്ണ പ്രകൃതി സഭി ജീവജന്തുവും കാ और മനുഷ്യ കാ ഗർ ഹെ. പ്രകൃതി എല്ലാ ജീവജാലങ്ങളുടെയും മനുഷ്യന്റെയും വീടാണ്. മനുഷ്യന്റെ മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും കൂടി അവകാശപ്പെട്ട തന്നെയാണ് പ്രകൃതി. ഇസ്ലിയെ യഹ് ഗർ ശീർഷക് ഉചിത് ഹെ. അതുകൊണ്ട് തന്നെ ഗർ എന്ന ശീർഷകം ഇതിന് ഉചിതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകൃതി കാ അന്ന കരേ ശോഷൺ യഹി ഹെ ജീവൻ കാ പോഷൺ സന്ദേശ് ദേത്തെ ഹുയ പോസ്റ്റർ തയ്യാർ കരേ. അപ്പം പോസ്റ്ററിലേക്ക് എഴുതേണ്ട ഒരു സന്ദേശവാക്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. ഇനി 2 സന്ദേശവാക്യം കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ മതി അല്ലേ. പ്രകൃതി കാ അന്ന കരേ പോഷൺ യഹി ഹെ ജീവൻ കാ ശോഷൺ യഹി ഹെ ജീവൻ കാ പോഷൺ. പ്രകൃതി ഹമാരി മാം, പ്രകൃതി ഹംകോ സബ് കുച്ച് देती है. പ്രകൃതി की സുരക്ഷ, പ്രകൃതി की രക്ഷ ഹമാരി സുരക്ഷ. അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പോസ്റ്റർ. ഓക്കെ, ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പിക്ചർ, ഒരു വീടിൻ്റെ പിക്ചറും കൂടെ വരയ്ക്കാം, അല്ലെ ഭൂമിയുടെ ചിത്രമോ എന്തെങ്കിലും വരച്ചിട്ട് വെക്കാം. അതിന് അടുത്തത് ബഹുത്ത് ദിനോക്കെ ബാദ് കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. 10 മുതൽ 10ഉം 11ഉം ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇതൊന്ന് എഴുതേണ്ടത്. ബഹുത്ത് ദിനോക്കെ ബാദ് അബ്കി മേം ജി ബർ ചുപായ അപ്പനി ഗംവയി പകഡണ്ടി की चंदन वर्णी धूल. बहुत दिनों के बाद अब की मैंने जी भर ताल मखाना गाया गन्ने चूसे जी भर. बहुत दिनों के बाद. സമാന ആശയ വാലി പങ്ക്തിയാം കവിതാംശ സെ ചുൻകർ ലിഖീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വരിയുടെ ഈ ആശയത്തിന്റെ അതേ അർത്ഥം വരുന്ന വരികൾ മൻപസന്ത് ദേഹാത്തി ഗാന ചക്നെ കാ മൗക്ക മില എന്നർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സങ്കോഷ്ടി തയ്യാറാക്കാനുണ്ടായിരുന്നു അല്ലേ, നമ്മളത് നോക്കിയിട്ടില്ല. സോറി, ഞാൻ ഇങ്ങനെ ഒരു സങ്കോഷ്ടി പറയാൻ വിട്ടുപോയി. അപ്പം അത് നോക്കാം. प्रकृति है तो जीवन है विषय पर आपके स्कूल में संगोष्ठी चलाने वाली है, इसके लिए एक പോസ്റ്റർ. അപ്പോൾ സങ്കോഷ്ടി പോസ്റ്റർ എന്ന് പറയുമ്പോൾ അതിന് എന്താണ്, ദിവസവും ഡേറ്റും സമയവും എവിടെ നിന്നാണ് നടക്കുന്നത് എന്ന സ്ഥലവും ഒക്കെ വേണം. അതാണ് സബ്കാ സ്വാഗതമൊക്കെ വെച്ചിട്ട് എഴുതുന്നതാണ്. സങ്കോഷ്ടി പറഞ്ഞാൽ സെമിനാർ, ഒരു സെമിനാർ നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. ആദ്യം തന്നെ സ്കൂളിൻ്റെ പേരെഴുതുക, ABC സ്കൂൾ. പ്രകൃതി ഹേ തോ ജീവൻ ഹേ, അതിൽ പറഞ്ഞ ആ കാര്യം നമ്മുടെ ചോദ്യത്തിലുള്ള അതേ സെൻറ്റൻസ് എഴുതുക. പ്രകൃതി ഹേ തോ ജീവൻ ഹേ, പ്രകൃതി ഹേ തോ ജീവൻ ഹേ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പ്രകൃതി ഹേ തോ ജീവൻ ഹേ എന്ന് എഴുതാം. പിന്നെ സങ്കോഷ്ടിയാണ്. ഈ സങ്കോഷ്ടി എന്നുള്ള കുറച്ച് വലുതായിട്ട് എഴുതാം കേട്ടോ. ഇവിടെ അങ്ങനെ കുറച്ച് നല്ലോണം കുറച്ച് വലുതായിട്ട്, ഇത്രയും വലുതായിട്ട് സങ്കോഷ്ടി എന്ന് എഴുതുക. മുകളിൽ ABC സ്കൂളിൽ നിന്ന് എഴുതിയില്ലേ, അതേപോലെ തന്നെ കുറച്ച് വലുതായിട്ട് എന്ത് എഴുതുക, സങ്കോഷ്ടി എന്ന് എഴുതുക. എന്നിട്ട് ഡേറ്റ് കൊടുക്കുക, സമയവും കൊടുക്കുക, എവിടെ വെച്ചാണ് നടക്കുന്നത് എന്ന കാര്യം. സ്കൂൾ സഭാഗൃഹമേ, മേം ഒരു വരിയും കുത്തും മതി കേട്ടോ. സ്കൂൾ സഭാഗൃഹമേ സബ്കാ സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കേണ്ടത് പറഞ്ഞു. ഇനി ബൗദ്ധ ദിനോക്കെ ബാദ് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ നോക്കുന്നത്. ആ ആശയത്തിന്റെ വരിയാണ് അബ് കി മേം ജി ബർ താൽ മക്കാന ഗായ ഗന്നെ ചൂസേ ജി ബർ. ഇതാണ് ആ ആശയത്തിന്റെ വരികൾ, ഇവിടെ തന്നിരിക്കുന്ന ആശയത്തിന്റെ വരികൾ. സമാനാശയ വാലി മൻപസന്ത് ദേഹാത്തി ഗാന ഛഗ്നെ കാ മൗക്ക മില എന്നതിന്റെ വരികൾ ഏതാണ്? അബ് കി മേം ജി ബർ താൽ മക്കാന ഗായ ഗന്നെ ചൂസേ ജി ബർ. ഇനി 11ാമത്തെ ചോദ്യം. കോഷ്ടക് കെ ശബ്ദോ കി മദദ് സെ വാക്യ വിസ്താർ കരെ. കഴിഞ്ഞ വർഷം വാക്യ പിരമിഡ് എന്ന പേരിൽ പഠിച്ച കാര്യം തന്നെയാണ് ഇവിടെ വാക്യ വിസ്താറായിട്ട് വന്നിരിക്കുന്നത്. ചന്ദൻ വർണി ജി ബർ ധൂൾ, 3 എണ്ണം തന്നിട്ടുണ്ട്. 3 ശബ്ദ ചന്ദൻ വർണി ജി ബർ ധൂൾ. മേം ചൂ പായ എന്നൊരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ശബ്ദം പ്രയോഗിച്ചിട്ട് 3 സെന്റൻസ് ഉണ്ടാക്കേണ്ടതുണ്ട്. 3 മാർക്കാണ് നമുക്കതിന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയത് നോക്കാം. മേം ചൂ പായ, മേം ജി ബർ ചൂ പായ, മേം ജി ബർ ധൂൾ ചൂ പായ, മേം ജി ബർ ചന്ദൻ വർണി ധൂൾ ചൂ പായ. അങ്ങനെ എഴുതാം. അതിനെ വ്യത്യാസപ്പെടുത്തിയിട്ട് മേം ചൂ പായ,
മേം ധൂൾ ചൂപ്പായ. മേം ചൂപ്പായുള്ള സെന്റൻസ് എഴുതിയതിനു ശേഷം മേം എഴുതാ, പിന്നെ ധൂൾ ചൂപ്പായ കണ്ടോ, ഇങ്ങനെ എഴുതാട്ടോ. മേം ചൂപ്പായ, മേം ധൂൾ ചൂപ്പായ, മേം ചന്ദൻ വർണ്ണി ധൂൾ ചൂപ്പായ, മേം ചന്ദൻ വർണ്ണി ധൂൾ ചൂപ്പായ. ലാസ്റ്റ് മേം ജി ബർ ചന്ദൻ വർണ്ണി ധൂൾ ചൂപ്പായ. മനസ്സിലായോ? അർത്ഥവത്തായ രീതിയിൽ സെന്റൻസ് ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ നമ്മളിതിന് ചെയ്യേണ്ടത്. അടുത്തത് നോക്കാം. ചട്പട് നെട്പട് കഹാനിയിലെ ഭാഗമാണ് തന്നിരിക്കുന്നത്. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയും എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മിത്ര കെ കാരൺ ചട്പട് പരേശാൻ ഹോ ജാത്താ ഹെ, പടോസി കെ കാരൺ ചട്പട് പരേശാൻ ഹോ ജാത്താ ഹെ, ചോട്ടെ ബായി കെ കാരൺ ചട്പട് പരേശാൻ ഹോ ജാത്താ ഹെ. ഇതാണ് ശരിയില്ലേ? സഹോദരൻ കാരണമാണ് ചട്പട് വിഷമിക്കുന്നത്, അല്ലാതെ മിത്രം കാരണം വിഷമിക്കുന്നില്ല, അയൽക്കാര് കാരണം വിഷമിക്കുന്നില്ല, പിതാവ് കാരണവും വിഷമിക്കുന്നില്ല. ആര് കാരണമാണ് വിഷമിക്കുന്നത്? ചോട്ടെ ബായി, കുഞ്ഞനുജൻ കാരണം, ചെറിയ സഹോദരൻ കാരണമാണ് അവൻ വിഷമത്തിലാകുന്നത്. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉപര്യുക്ത് പ്രസംഗ പർ മാം ഓർ ചട്പട് കെ ബീച്ച് കെ സംഭാവിത് ബാത്ചീത്. അമ്മയും ചട്പടും തമ്മിലുള്ള ബാത്ചീത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സന്ദർഭം ഇതാണ്. കബി സ്കൂൾ ജാനേക്കിലെ ദേരി ഓത്തെ, സ്കൂളിൽ പോകാൻ വൈകുന്നു എന്ന് കാണുമ്പോൾ അനുജന്റെ കൈ പിടിച്ചിട്ട് ഓടുന്നു, വളരെയധികം വിഷമിക്കുന്നു. അമ്മയുടെ അടുത്ത് വന്നിട്ട് അമ്മയോട് പരാതി പറയുന്നു, ചെറിയ അനിയൻ വളരെ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അമ്മയോട് പരാതി പറയുന്ന ഭാഗമാണ്. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വാർത്താലാപ് ഉണ്ടാക്കേണ്ടത്. മാം ചോദിക്കാണ്, ക്യോ ഉദാസ് ഹേ ബേട്ട, എന്താണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് മോനെ? ചട്പട് മേം ചോട്ടാ, മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്തായ. അമ്മേ, അവൻ വല്ലാതെ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്, ചോട്ട എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. മാം ഉസ്നെ ക്യാ കി, അവൻ എന്തു ചെയ്തു? രാസ്തേമേ കൈ ശരാരത്തെ കത്തി, അവൻ വഴിയിൽ പല വികൃതികളും അവൻ ചെയ്യുന്നുണ്ട്. ബേട്ട വഹ് ചോട്ടാ ഹേന, മോനെ അവൻ ചെറിയ കുട്ടിയല്ലേ. ലേക്കിൻ മാം വഹ് സച്മുച്ച് നട്കട് ബൻതാ ജാ രഹാ ഹെ, പക്ഷേ അമ്മേ അവൻ യഥാർത്ഥത്തിൽ വികൃതിയായിക്കൊണ്ടിരിക്കുകയാണ്. പേര് പോലെ തന്നെ അല്ലേ, നാംകെ സമാൻ എന്ന് വേണമെങ്കിൽ ചേർക്കാം. നാംകെ സമാൻ നട്കട് ബൻതാ ജാ രഹാ ഹെ, പേര് പോലെ അവൻ വികൃതിയായിക്കൊണ്ടിരിക്കുകയാണ്. അരേ ബേട്ട തൂ തോ ബഡാ ഹെ, ചോട്ടെ ബായി കാ ധ്യാൻ രഖ്നാ ഹെ. അരേ ബേട്ട, നീ എന്താണ് വലിയ കുട്ടിയല്ലേ, നീയാണല്ലോ വലിയ കുട്ടി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ചോട്ടെ ബായി കാ ധ്യാൻ രഖ്നാ, ചെറിയ കുട്ടി എന്ത് ചെയ്യണം? നീ സംരക്ഷിക്കണം, ശ്രദ്ധിക്കണം. ടീക്ക് മാം, ശരി അമ്മേ എന്ന് ചട്പട് സമ്മതിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗർ കഹാനിയിലെ ഭാഗമാണ് തന്നത്. ചിപ്കലി ക്യോം ഗർ ബദൽ രഹി ഹോഗി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചിപ്കലി എന്തുകൊണ്ടായിരിക്കാം വീട് മാറിയത്? ചിപ്കലി ശാന്തിദാസിന്റെ വീട്ടിൽ നിന്നും വീണ്ടും എവിടേക്ക് വന്നു? ഫർഹാദിന്റെ വീട്ടിലേക്ക് വന്നു അല്ലേ? അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത്. ഫർഹാദിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അവര് ഫ്രണ്ടിനെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഭാഗത്തുനിന്ന് തുടങ്ങുന്നത്. എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്നാണ് ചോദ്യം. ക്യോങ്കി ചിപ്കലി അപ്പന ഗർ ഫർഹാദ് കാ ഗർ മാൻതി ഹെ വഹ് ബഹുത്ത് ഗുസ്തി. എന്താണ് അവിടെ അവൻ എന്തായിരുന്നു? വളരെയധികം സന്തോഷത്തിലാണ്. അവിടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തിലായിരുന്നു, അതുകൊണ്ടാണ് അവിടേക്ക് തിരിച്ചു വന്നത്. ക്യോങ്കി ചിപ്കലി അപ്പന ഗർ ഫർഹാദ് കാ ഗർ മാൻതി ഹെ വഹ് ബഹുത്ത് ഖുശ് ഹെ. വഹാം, അവിടെ അവൻ വഹാം എന്നാണ് കേട്ടോ. വഹാം വഹ് ബഹുത്ത് ഖുശ് ഹെ, അവിടെ അത് വളരെയധികം സന്തോഷത്തിലായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും തിരിച്ചു വന്നത്. संकेतों की सहायता से फरहाद की ചരിത്ര വിശേഷതാओं पर टिप्पणिയാണ് ഫർഹാദിന്റെ ചരിത്ര टिप्पणी. घर नामक कहानी का मुख्य पात्र है फरहाद. घर में अकेला रहने वाला एक आदमी है फरहाद. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഫർഹാദ്. अपने घर में सभी जीवों को जीने की अनुमति देता है. അദ്ദേഹം ഉനേം എഴുതാട്ടോ, ഉനേം അല്ലെങ്കിൽ വേ अपने घर में, അദ്ദേഹം തൻ്റെ വീട്ടിൽ ജീവികളെ, എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അനുമതി നൽകുന്നു. ഉസ്നെ സഹജീവിയോ സെ പ്യാർ കർണേ വാലാ ബി ഹെ, അദ്ദേഹം സഹജീവികളോട് കരുണയുള്ളവൻ കൂടിയാണ്. ശാന്ത സ്വഭാവ് വാലാ ഹെ, ശാന്ത സ്വഭാവമുള്ള ആളാണ്. വേ രാത് കെ സമയം സോനെ കെ ലിയെ ഘർ മേ പहुंचता है, രാത്രി സമയത്ത് ഉറങ്ങാൻ വേണ്ടി മാത്രം
മാത്രമാണ് അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത്. മക്കാൻ മേം തോടി സി ജഗയിലെത്താ ഹെ, കെട്ടിടത്തിൽ കുറച്ച് സ്ഥലം മാത്രമേ അദ്ദേഹം എടുക്കുന്നുള്ളൂ. ഫർഹാദ് എക് അച്ഛാ ഇൻസാൻ ഹെ, ഫർഹാദ് ഒരു നല്ല മനുഷ്യനാണ്. അതാണ് നമ്മൾ ഫർഹാദിന്റെ ചരിത്ര ടിപ്പണി എഴുതിയത്. ഇനി ഓർ ക്വസ്റ്റ്യൻ ആണ്, പ്രകൃതി സബ്കാ ഘർ വിഷയ പർ ലഘു ലേഖാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി സബ്കാ ഘർ ഹെ, പ്രകൃതി മേ സബി ജീവജന്തു. ഇവിടെ നിങ്ങൾ ഓർ ക്വസ്റ്റ്യനിലുള്ള ഈ എന്താണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, നമ്മളുടെ വിഷയത്തിൽ ലഘുലേഖാണ് അല്ലേ. അപ്പം ലഘുലേഖ എഴുതുമ്പോൾ നിങ്ങൾ അതാ ഈ ഹെഡിങ് കൊടുക്കണം കേട്ടോ. പ്രകൃതി സബ്കാ ഘർ ഹെ എന്ന ഹെഡിങ് കൊടുക്കണം. പ്രകൃതി മേ കിസിക്കോ പ്രത്യേക അധികാർ നഹി, പ്രകൃതിയിൽ ആർക്കും പ്രത്യേകമായിട്ട് അധികാരമില്ല. പ്രകൃതി ഹമാരി ഗോതമേ സബ്കോ പാലൻ കർത്തേ, പ്രകൃതി സ്വന്തം അടിത്തട്ടിൽ എല്ലാവരെയും പരിപാലിക്കുന്നു. പേട് പൗധേ നദി നാലെ പശു പക്ഷി ആദി പ്രകൃതിക്ക് സുന്ദരത ബടാത്തി ഹെ, മരങ്ങളും ചെടികളും നദികളും തോടുകളും മൃഗങ്ങളും പക്ഷികളും എല്ലാം പ്രകൃതിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പ്രകൃതി കാ സംരക്ഷണം ഹമാര ദായത്വ ഹെ, പ്രകൃതി സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത്രയാണ് ലഘുലേഖയിൽ എഴുതിയത്. ബാക്കി നിങ്ങൾക്ക് ഇനിയും അതിലേക്ക് കൂട്ടിച്ചേർത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി 16ാമത്തെ ചോദ്യം നോക്കാം. ഇസ് കവിത കാ ആശയ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദോടി ധർത്തി പാവും, ഇത് നമ്മൾ പഠിച്ച പാഠഭാഗത്തിലുള്ള പദ്യമല്ല അല്ലേ, കവിത നമ്മൾ പഠിച്ചിട്ടുള്ള കവിതയല്ല, അത് പുറത്തുനിന്ന് തന്ന ഒരു കവിതയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആശയം, അതായത് അതിൻ്റെ ആസ്വാദന ടിപ്പണി എന്നൊക്കെ പറയല്ലോ, കവിതയുടെ ആശയം എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞത്. കവിതാംശ പടെ ഉത്തർ ലിഖേം പറഞ്ഞിട്ട് കവിതാക്ക് ആശയ ലിഖേം എന്നുള്ള ക്വസ്റ്റ്യൻ തന്നത്. ആശയം എഴുതാനാണ് പറഞ്ഞത്. എഴുതിയത് നോക്കാം. 4 മാർക്കാണ് നിങ്ങൾക്ക് ഇത് എഴുതിയാൽ. 3 പാരഗ്രാഫായിട്ട് എഴുതുക. സർവേശ്വർ ദയാൽ സക്സേന ने लिखा हुआ एक अच्छी कविता है ദോടി ധർത്തി പാവും. സർവേശ്വർ ദയാൽ സക്സേന എഴുതിയ ഒരു നല്ല കവിതയാണ് ദോടി ധർത്തി പാവും എന്നത്. ഇസ് കവിത മേ കവിനെ പ്രകൃതി ഓർ ബച്ചെ കോ തുലന കി ഹെ, ഈ കവിതയിൽ കവി പ്രകൃതിയെയും അതുപോലെ തന്നെ കുട്ടികളെയും കൂടെ താരതമ്യം ചെയ്ത് പറയുന്നുണ്ട്. കവി कहते हैं कि पेड़ और बच्चे दुनिया को हरा भरा रखते हैं, കവി പറയുന്നു പേട് മരം, ബച്ചെ ദുനിയാക്കോ ഹര, മരങ്ങളും അതുപോലെ തന്നെ കുട്ടികളും ഈ ലോകത്തിനെ പച്ചപ്പുള്ളതാക്കി നിർത്തുന്നു. അതെല്ലാവരുടെ മനസ്സിലും കുളിർമ നൽകുന്ന ഒരു കാര്യമാണ് പ്രകൃതി ഭംഗിയും അതുപോലെ തന്നെ കുട്ടികളും അല്ലേ. അപ്പോൾ അങ്ങനെ കുളിർമ നൽകുന്നു എന്നാണ് പറഞ്ഞത്. പേടോം കെ സാത്ത് ബെനനെ കെ ലിയെ ഓർ പേടോം കെ സാത്ത് ഗിൽനെ കെ ലിയെ കാത്താ ഹെ, ഈ കവിതയിൽ മരത്തിനോടൊപ്പം വളരാനും വളരുക, മരത്തിൻ്റെ അതായത് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്നാണ് പറയുന്നത്. പ്രകൃതി സേ ജീന, പ്രകൃതിയിലോട് ചേർന്നിട്ട് ജീവിക്കുക. पेड़ों के साथ बढ़ने के लिए और पेड़ों के साथ गिरने के लिए എന്താണ് പറയുക, മരത്തിനോടൊപ്പം വളരാനും അതുപോലെ തന്നെ മരത്തിനോടൊപ്പം കളിക്കാനും വേണ്ടി പറയുന്നു. പ്രകൃതിയിൽ ചേർന്നിട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് ജീവിക്കുക, കളിക്കുക, പ്രകൃതിയിൽ കളിക്കുക, അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പ്രകൃതിയെ സുന്ദരമാക്കുക, മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചുരുക്കി എഴുതിയത് കേട്ടോ. ലേക്കിൻ ആജ് ക്രൂർ ആത്മീയവും പേടോങ്കോ കാട്കർ പ്രതീക്ക നാശോത്തായ, പക്ഷേ ഇന്ന് ക്രൂരരായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് പ്രകൃതിയെ നാശ होता है, നാശമാക്കുന്നു. एक अच्छा कविता है, एक अच्छी कविता है, सरल ഭാഷ का प्रयोग है, നല്ലൊരു കവിതയാണ്, ഇത് ലളിതമായ ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള കവിതയുടെ ആശയവും എഴുതി കഴിഞ്ഞു. കവിതയുടെ ആശയം എഴുതുമ്പോൾ നിങ്ങൾക്കിവിടെ കവിതയുടെ പേര് നൽകിയിട്ടുണ്ടായിരിക്കും, കവിതയുടെ പേര് നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നൽകിയിട്ടുള്ള പേരും അതുപോലെ തന്നെ കവിത എഴുതിയത് ആരാണ് എന്ന പേരും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി അതിനനുസരിച്ചാണ് നമ്മളിപ്പോൾ എന്ത് എഴുതിയിട്ടുള്ളത്, ആ കവിതയുടെ ആശയം എഴുതിയിട്ടുള്ളത്. ആരാണ് കവിത എഴുതിയത് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. അതുപോലെ കവിതയുടെ പേരെന്താണെന്ന് നിങ്ങൾ എഴുതിയിരിക്കണം. അതിനുശേഷമാണിത് വിശദമായിട്ട് വിവരിച്ച് ആശയം എഴുതേണ്ടത്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ നോക്കിക്കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.